ഇന്നത്തെ വിഷയം CPA അഥവാ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് 2025 ജനുവരിയിലാണ്. എക്സൽ ഇൻഷുറൻസ് ഹബിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വാഹന ഉടമ തൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനം ഓടിക്കുമ്പോഴോ അതിൽ സഞ്ചരിക്കുമ്പോഴോ വാഹനാപകടത്തിൽ മരണപ്പെട്ടാൽ 15 ലക്ഷം ആ വ്യക്തിക്ക് ലഭിക്കുന്ന കവറാണിത്. ഇതിൻ്റെ പ്രീമിയം വെറും 275 രൂപ, ടാക്സ് അടക്കം 325 രൂപ. ഇത്രയും ചെറിയ തുകയ്ക്ക് ഇത്രയും വലിയ തുക ലഭിക്കുന്ന കവറുകൾ വിരളം. ഇനി ആർക്കൊക്കെ ഇത് വേണ്ടെന്ന് വയ്ക്കാം? ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർ വാഹനം വാങ്ങിയാൽ അതിൻ്റെ പോളിസിയിൽ നിന്നും ഇത് ഒഴിവാക്കാം. ഓഫീസിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരിലുള്ള വണ്ടികൾ ഇൻഷുർ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആ കവർ ഒഴിവാക്കി കൊടുക്കാറുമുണ്ട്. ഒരു കാര്യവുമില്ലാതെ 325 രൂപ ചിലവാക്കേണ്ടതില്ലല്ലോ. എന്നാൽ ചിലർ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരം പറയാം. ഇപ്പോൾ ഓൺലൈനിൽ കയറി പോളിസി എടുക്കുന്ന ഒരു ശീലമുണ്ട്. അവിടെ ഈ കവർ വേണമെങ്കിൽ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാതെ പ്രീമിയം ലാഭിക്കാൻ നോക്കും. അങ്ങനെ ചെയ്താലുള്ള അപകടം പറഞ്ഞു തരാം. നിർഭാഗ്യവശാൽ വണ്ടിയുടെ ഉടമ സ്വന്തം വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അപകടത്തിൽ മരണമടഞ്ഞു എന്ന് കരുതൂ. നോമിനിക്ക് കിട്ടേണ്ട 15 ലക്ഷം കിട്ടാതെ പോകും. എങ്കിൽ ഓൺലൈനിലും അത് കമ്പൽസറി ആക്കിക്കൂടെ എന്ന് തോന്നാം. അങ്ങനെ ചെയ്യാത്തത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് അത് ഒഴിവാക്കാനാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വാഹന ഉടമകൾ അത് ഓപ്റ്റ് ചെയ്തിരിക്കണം. പുതിയ വാഹനം എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ബണ്ടിൽഡ് പോളിസിയിൽ 2 വീലർ ആണെങ്കിൽ 5 വർഷവും കാർ ആണെങ്കിൽ 3 വർഷവും CPA പ്രീമിയം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചിലർ പ്രീമിയം കുറച്ച് കാണിക്കാൻ 2ാമത്തെ വർഷം മുതലുള്ള TP പോർഷനിൽ CPA ഉൾപ്പെടുത്താതെ തരും. അങ്ങനെ ചെയ്താൽ 2 വീലറിന് 1300 രൂപയും കാറിന് 650 രൂപയും കുറയും. ഇത് അപകടമാണ്. അങ്ങനത്തെ പോളിസി കയ്യിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു തരാം. ഓൺ ഡാമേജ് പോർഷൻ റിന്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ CPA കൂടി ചെയ്യാൻ പറയണം. അവർ CPA ഒരു സെപ്പറേറ്റ് പോളിസി ആക്കും. ഇതിനെ സ്റ്റാൻഡ് അലോൺ CPA എന്നാണ് പറയുന്നത്. ഈ പോളിസിയുടെ ഡീറ്റെയിൽസ് വാഹനത്തിൻ്റെ പോളിസിയിൽ ചേർക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഈ കവറിന് അർഹത ഉണ്ടാവില്ല. പലർക്കും അറിയാത്തൊരു കാര്യം പറഞ്ഞു തരാം. ഒരാൾക്ക് ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ CPA പോളിസി മതി. പോളിസികൾ പുതുക്കുമ്പോൾ ഈ പോളിസിയുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞ് ചേർപ്പിക്കണം. അപ്പോൾ ഒരു സംശയം തോന്നിക്കാണും, ഒരു വാഹനത്തിൻ്റെ പോളിസിയുടെ കൂടെ ഈ കവർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മറ്റു വാഹനങ്ങൾക്ക് അത് ബാധകമാക്കിക്കൂടെ? അത് പറ്റില്ല. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉള്ളവർ സ്റ്റാൻഡ് അലോൺ CPA എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് പോളിസികളിൽ ചേർക്കണം. ഏത് കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ CPA പോളിസിയും മറ്റേത് കമ്പനിയുടെ പോളിസിയുടെ കൂടെയും ചേർക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, 2018 ഇന്ത്യയുടെ പരമോന്നത കോടതി ഇടപെട്ട് മനുഷ്യ നന്മയ്ക്കായി IRDAE കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണിത്. ചില്ലറ ലാഭം നോക്കി അത് വേണ്ടെന്ന് വയ്ക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു നീതി നിഷേധമായി അത് മാറാം. ഓർക്കുക, ഓണർ കം ഡ്രൈവർ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കരുത്. ഒരു വർഷത്തേക്ക് 15 ലക്ഷം രൂപയ്ക്ക് വെറും 325 രൂപ മാത്രം പ്രീമിയം. അടുത്ത വീഡിയോയിൽ വാഹന ഇൻഷുറൻസിലെ ആഡ് ഓണായ ബമ്പർ ടു ബമ്പർ കവർ എന്താണെന്ന് വിശദീകരിക്കാം. സുഹൃത്തുക്കളെ, ആധികാരികമായ ഇൻഷുറൻസ് അറിവുകൾക്ക് എക്സൽ ഇൻഷുറൻസ് ഹബിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.